നമസ്കാരം, ഞാൻ നിഷ. എൻ്റെ ഡിവൈൻ അസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാവോ? നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ സ്വന്തം വീടിനെക്കുറിച്ച്. വീടെന്ന് പറയുമ്പോൾ വെറും ഒരു കെട്ടിടമല്ല, അതൊരു മാന്ത്രിക ലോകം പോലെയാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതിഫലിക്കുന്ന ഒരിടം. നമ്മൾ കടകളിൽ കയറി ഇറങ്ങുമ്പോൾ ഓരോ സാധനങ്ങളും കണ്ട് അത്ഭുതപ്പെടാറില്ലേ? അയ്യോ, ഇത് കണ്ടോ, എത്ര ഭംഗിയായിരിക്കുന്നു, ഇതെൻ്റെ വീടിൻ്റെ ആ മൂലയിൽ വെച്ചാൽ എന്ത് രസമായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളും തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കാരണം നമ്മുടെ വീട്, നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന നമ്മുടെ ഓഫീസ്, ഇതെല്ലാം നമ്മുടെ മനസ്സിലൊരു പ്രതിഫലനം തന്നെയാണ്. ഒരാളുടെ വീട് കണ്ടാൽ, അവിടുത്തെ സാധനങ്ങൾ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ആ വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു എന്ന്. ഇരുണ്ട നിറങ്ങളോടാണ് ഇഷ്ടമെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരാളുടെ താമസ സ്ഥലം ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും എല്ലാം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ചില സാധനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ചില സാധനങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് പറക്കുന്ന പക്ഷികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ. എനിക്ക് പറക്കുന്ന പക്ഷികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം, ആകാശത്തിലൂടെയുള്ള പറന്നുയരൽ, അതൊരു പ്രത്യേക അനുഭൂതിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ പറക്കുന്ന പക്ഷികളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ശില്പങ്ങളോ തീർച്ചയായിട്ടും വെക്കണം. ഇത് ഒരു ചെറിയ ചിത്രം മതി, അല്ലെങ്കിൽ ഒരു കൊച്ചു ശില്പം. എന്തിനാണിത് വെക്കുന്നത് എന്നറിയാവോ? ഈ പറക്കുന്ന പക്ഷികൾ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ട് കുതിക്കാനുള്ള സന്നദ്ധതയെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറക്കുന്ന പക്ഷികളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ഊർജ്ജം നൽകും. നിങ്ങൾക്കൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണോ? ഒരു പുതിയ കച്ചവടം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും ഈ പക്ഷികളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരിക. അവ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ നൽകും. ഇനി രണ്ടാമത്തേതാണ് ബട്ടർഫ്ലൈസ്. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജീവികളിൽ ഒന്നാണ് ചിത്രശലഭങ്ങൾ. നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ചിത്രശലഭത്തെ കണ്ടാൽ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകില്ലേ? അതിൻ്റെ നിറങ്ങൾ കൊണ്ടും ഭംഗി കൊണ്ടുമെല്ലാം നമ്മുടെ മനസ്സ് നിറയും, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ചിത്രശലഭങ്ങളുടെ ചിത്രങ്ങളോ കലാസൃഷ്ടികളോ ഡ്രോയിങ്ങുകളോ ഏതെങ്കിലും രൂപത്തിലുണ്ടായിരിക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, എൻ്റെ ജീവിതം ഒരു ബോറാണല്ലോ. അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ തീർച്ചയായും ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം. അവ നിങ്ങളുടെ ജീവിതത്തിൽ നിറങ്ങളും സന്തോഷവും കൊണ്ടുവരും. ജീവിതം നിറമുള്ളതാക്കാൻ, സന്തോഷം നിറഞ്ഞതാക്കാൻ ഈ ചിത്രശലഭങ്ങൾ നിങ്ങളെ സഹായിക്കും. അവയുടെ സൗന്ദര്യം നിങ്ങളെ പ്രചോദിപ്പിക്കും. നിങ്ങളുടെ ദിവസങ്ങളെ കൂടുതൽ പ്രകാശനമാക്കും. ഇനി മൂന്നാമത്തേതാണ് ബുദ്ധന്റെ പ്രതിമ. നമ്മൾ വീടുകളിൽ കൊണ്ടുവരാനും വെക്കാനും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബുദ്ധന്റെ പ്രതിമകൾ. ഓരോ ദൈവത്തിനും, ഓരോ സന്യാസിക്കും, ഓരോ ബോധോദയം ലഭിച്ച വ്യക്തികൾക്കും അവരുടേതായ ഒരു പ്രത്യേക ഊർജമുണ്ട്. ബുദ്ധന്റെ ഊർജം പരിത്യാഗത്തെയും ആന്തരികമായ തിരിച്ചറിവിനെയും കുറിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും കൈകോർത്തു പോകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ ഊർജം സമ്പത്തിനെ കുറിച്ചാണല്ലോ, അല്ലേ? എല്ലാ ദേവീ ദേവന്മാർക്കും അവരുടേതായ ഊർജമുണ്ട്. അതുപോലെ ബുദ്ധന്റെ ഊർജം നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തതയും നൽകുന്നു. ബുദ്ധന്റെ പ്രതിമയോ ചിത്രമോ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതെപ്പോഴും വടക്ക് കിഴക്ക് ദിശയിൽ മാത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ ദിശയിൽ വെക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും, നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കും. എൻ്റെ കാര്യത്തിൽ ഞാൻ ബുദ്ധന്റെ ചിത്രത്തിന് പിന്നിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. ഇതാണ് എൻ്റെ ബുദ്ധനിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതുപോലെ ബുദ്ധന്റെ ചിത്രത്തിനോ പ്രതിമയ്ക്കോ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ അതേ രീതിയിൽ പ്രവർത്തിക്കും. ഉദാഹരണത്തിന്, ബുദ്ധന്റെ ചിത്രത്തിന് പിന്നിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: എൻ്റെ കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് നന്ദി. എൻ്റെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കുന്നതിന് നന്ദി.
എൻ്റെ കുടുംബത്തിൽ കൂടുതൽ ശാന്തത ലഭിക്കുന്നതിന് നന്ദി. ഇങ്ങനെയെല്ലാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇത് വെറും പരിത്യാഗത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തത്വചിന്തയെക്കുറിച്ചും സ്നേഹത്തിനെക്കുറിച്ചും കൂടിയായിരിക്കും. നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യം വെച്ച് ബുദ്ധനെ നോക്കുമ്പോൾ ആ ലക്ഷ്യം നേടാനുള്ള ഊർജം നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തതായി നിങ്ങളുടെ വീട്ടിൽ വെക്കാവുന്ന മറ്റൊരു മനോഹരമായ കാര്യമാണ് അരയന്നങ്ങൾ. ഇവയെ ഹംസം എന്ന് വിളിക്കാറുണ്ട്. സരസ്വതീ ദേവിയുമായി ഹംസത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇത് വിവേകശക്തിയെ സൂചിപ്പിക്കുന്നു. അതായത് ഏത് സാഹചര്യത്തിൽ നിന്നും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനും അനാവശ്യമായവ ഉപേക്ഷിക്കാനുമുള്ള കഴിവ്. ഇത് തന്നെയല്ലേ യഥാർത്ഥ ജ്ഞാനം? ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സരസ്വതീ ദേവിയുടെ പങ്ക്. അതിനാൽ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ അരയന്നങ്ങളുടെ ചിത്രങ്ങളോ ശില്പങ്ങളോ വെക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ സഹായിക്കുന്നു. ഓരോ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും അനാവശ്യമായവ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ശക്തിപ്പെടുത്തും. ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ പ്രതിഫലിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇവ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് വില കൂടിയ കലാസൃഷ്ടികളോ മറ്റോ വാങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ. ഗൂഗിളിൽ നിന്നും കളർ പ്രിന്റ് എടുത്ത് വെച്ചാലും മതി. ഒരു ചെറിയ ബുദ്ധന്റെ ചിത്രം, ഒരു ചിത്രജലപത്തിന്റെ സ്റ്റിക്കർ, ഇവയെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരാൻ സഹായിക്കും. ഒന്നോർക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു നീണ്ട ഭാഗമാണ്. നിങ്ങളുടെ വീട് എങ്ങനെയുണ്ടോ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ചിന്തകളും. അതുകൊണ്ടാണ് നമ്മൾ കാലാകാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, നമ്മുടെ അഭിരുചികൾ നവീകരിക്കുന്നത്. കാരണം നമ്മുടെ ചിന്താരീതികളും മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതവും സന്തോഷമുള്ള ഒരു വീടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.